ഇന്നലെ ഇവിടെ മുഴുവൻ കനത്ത മഴയാണ് പെയ്തത്. ഈ തീം പാർക്ക് കണ്ടോ? ഹണിയാണ് ഡിസൈൻ ചെയ്തത്. അടികൈ. എന്റെ സുഹൃത്തുക്കളെ, ഹിമാലയം എന്ന പേരിലുണ്ടൊരു പർവ്വതം. നിങ്ങൾക്ക് എല്ലാവർക്കും വെറൈറ്റി റൈഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഈ വെറൈറ്റി റൈഡിലേക്ക് സ്വാഗതം ചെയ്തതിന് നന്ദി. ഈ നല്ലൊരു ദിവസത്തെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അയ്യോ ഇല്ലില്ല ഇല്ലില്ല. എന്തെങ്കിലും ഒന്ന് പറയേ. ഇനി ഞാനായിട്ട് എന്തിനാ എന്നെ പുകഴ്ത്തി പറയുന്നേ? അതൊക്കെ വിട്ടുകളയുന്നേ. ശരി, വിട്ടേക്ക്, ഒന്നും പറയണ്ട. അതായത് അത് പിന്നെ ഞാൻ നോക്കൂ, ഞാനൊരു മഹാനും ഹാൻഡ്സം ആയിട്ടുള്ള കലാകാരനുമാണ്. ഈ പാർക്ക് ഞാൻ ആത്മാവും സ്നേഹവും പ്രതീക്ഷയും ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊള്ളാം ചേട്ടാ, നിങ്ങളുടെ ചിന്തകൾ വളരെ വലുതാണ്. എന്താ മനസ്സിലായോ? അല്ല, ഇത് മൂന്നും ഞങ്ങളുടെ വർക്കേഴ്സിന്റെ പേരാണ്. ആത്മേഷ് കുമാർ, സ്നേഹാനന്ദ്, പിന്നെ പ്രതീഷ്. ഹണിയുടെ തീം പാർക്ക് പൂർത്തിയാക്കിയത് ഇവരാണ്. ഞാനൊരു പാർക്ക് ഇൻസ്പെക്ടർ ആയതുകൊണ്ട് പറയുകയാണ്, ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇതുപോലുള്ള റൈഡുകളൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ട്. നിങ്ങൾ എന്റെ ഈ മേരി ഗോ റൗണ്ട് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിയേ. മേരി ഗോ റൗണ്ട് ഞങ്ങളുടെ നഗരത്തിലും വച്ചിട്ടുണ്ട്. ഇതിൽ ഇത്ര വലിയ കാര്യം എന്തിരിക്കുന്നു? അത് ശരി, ഇവരെല്ലാരും എക്സൈറ്റ്മെന്റ് കൊണ്ട് വിളിച്ചു പോവാന്നാ തോന്നുന്നേ. അഡ്വഞ്ചർ കുറച്ചും കൂടി കൂട്ടിയേക്കാം. വീണ്ടും മിസ്സായി പോയി. അയ്യോ അയ്യോ, ഇതെന്തായാലും കലക്ക് ചേട്ടാ. ഒരു ടിക്കറ്റിന്റെ പൈസ കൊണ്ട് 4 റൈഡിന്റെ സുഖം കിട്ടി. അയ്യോ, റൈഡ് നിന്നു, രക്ഷപ്പെട്ടു. ജെയിൻ വീലോ, ഇതൊക്കെ നമ്മുടെ നാട്ടിലും വച്ചിട്ടുണ്ട്. ഇതിലൊക്കെ വലിയ കാര്യം എന്താ ഉള്ളത്? സിംഹം. സിംഹത്തെ കുറിച്ചൊരു കവിത പറയാം. അയ്യോ വേണ്ടേ, മൂഡ് ഓഫ് ആക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇത് ശരിക്കുമുള്ള സിംഹമാണ്. തൊട്ടടുത്തേക്ക് നോക്ക്. ഹണിമൂൺ നിങ്ങളെയല്ല എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കണം പറഞ്ഞ് വിളിപ്പിച്ചതാണ്. വരൂ, ഇതൊരു അഡ്വഞ്ചർ റൈഡ് ആയിരിക്കണമെന്നാണ് ഹണി പറഞ്ഞത്. കിളി പറന്നോ? നിന്റെ കുതിര പറന്നോ? എടോ, കുതിര പറക്കാറില്ല. എടാ, എന്നെ തിരുത്താൻ മാത്രം നിനക്ക് ധൈര്യം ഉണ്ടോടാ? പറക്കാറുണ്ട്, കുതിര പറക്കാറുണ്ട്. എടോ, ഞാൻ സിംഹമാണ്. സിംഹവാലൻ കുരങ്ങല്ല ഇങ്ങനെ ശൂശു വെച്ച് പേടിപ്പിക്കാൻ. ഇവിടെ ഒരു ഡോഗി പോയിട്ട് സിംഹക്കുട്ടിക്ക് പോലും ഞാൻ പിസ കഴിക്കുന്നത് തടയാൻ കഴിയില്ല. അയ്യോ, പുലിക്കുട്ടി. അയ്യോ,
അയ്യോ ഒന്ന് നിർത്തണേ. അയ്യോ അയ്യോ എന്റെ കൂട്ടുകാരെ, അഡ്വഞ്ചറസിന് വേണ്ടി ഹണി റോളർ കോസ്റ്റർ പാർക്കിന്റെ പുറത്തും വച്ചിട്ടുണ്ട്. ദേ നോക്കിയേ, കണ്ടില്ലേ? ഉറപ്പായിട്ടും നമുക്ക് റോഡിലൂടെ വണ്ടികളുടെ നടുക്കൂടെ പോവാം. അഡ്വഞ്ചർ കുറച്ചുകൂടെ കൂടും, അല്ലേ വല്യളിയാ? എനിക്ക് ഓർമ്മ വന്നു. ഞാൻ അഡ്വഞ്ചർ കുറച്ച് കൂട്ടാൻ വേണ്ടി റോളർ കോസ്റ്ററിന്റെ ട്രെയിൻ ട്രാക്കിന്റെ കണ്ണുകൾ തമ്മിൽ കണക്ട് ചെയ്തിരുന്നു. ഇനി കണ്ടോ? അഥവാ ജനങ്ങൾ ഈ വർഷം മറന്നാലും ഈ ഒരു ദിവസം ഒരു കാരണവശാലും അവർ മറക്കില്ല. അയ്യോ 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 ഇന്നലെ ഞാൻ 2 കേക്ക് വാങ്ങിച്ചു. ഞാൻ ഇടിക്കുമെന്ന് കരുതി വെറുതെ പേടിച്ചു. ജോർദാറെ, വണ്ടി വേഗം ഓടിക്ക്, അല്ലെങ്കിൽ മാഡത്തിന് ലാപ്ടോപ്പ് കൊടുക്കാൻ താമസിക്കും. ഈ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ 5 മണിക്ക് മുമ്പ് നമുക്ക് ഒരിക്കലും ഓഫീസിലെത്താൻ പറ്റില്ല. സംശയമുണ്ടോ? സംശയം ഇപ്പൊ എനിക്കാ ഉള്ളത്. ബോസിന് സ്വന്തമായിട്ട് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചൂടെ? മാഡത്തിന്റെ ലാപ്ടോപ്പ് എന്തിനാ അദ്ദേഹം യൂസ് ചെയ്യുന്നേ? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ബോസിന്റെ ലാപ്ടോപ്പ് കേടായി പോയി. ഇനി മാഡത്തിന്റെ ലാപ്ടോപ്പ് വെച്ച് അദ്ദേഹത്തിന് ജോലി ചെയ്യാനാവൂ. വാവ്, ഒരാളുടെ ലാപ്ടോപ്പിൽ മറ്റൊരാൾ ജോലി ചെയ്യുന്നു. നീ എന്തായാലും നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് കൂട്ടുകാരാ. താങ്ക് യു. നിന്നോടല്ല ഞാൻ പറഞ്ഞത്, ഈ ലാപ്ടോപ്പിനോടാ. ഇവൻ ബോസിന് വേണ്ടിയുള്ള പണിയും എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത് നിന്റെ കൂട്ടുകാരനല്ലേ? ആ, ഇന്ന് മുതൽ ഇവന്റെ പേര് ലാപ്പി എന്നാണ്. ഇവന് ഞാനൊരു ജിംനാസ്റ്റ് ആക്കും. ഇവന്റെ ശരീരം നല്ല ഫ്ലെക്സിബിൾ ആണ്. ഓ, ഇവന് നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്നും ഒരു ശ്രദ്ധയില്ല. ഞാൻ ഇവന് എന്തായാലും ഒരു ക്യാപ്പ് വെച്ചു കൊടുക്കാൻ പോവുക. വിശക്കാണെങ്കിൽ പറയണേ എന്റെ ലപ്പി. ചാർജർ ഉപ്പേരി, പിന്നെ സോഫ്റ്റ്വെയർ ബിരിയാണി, പിന്നെ പനീർ ആപ്പ് എല്ലാം ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം. എടേ ഒന്ന് പതുക്കെ പോണേ. ഓഫീസിലേക്ക് പോണ്ടത്, ശ്മശാനത്തിലേക്കല്ല. ഹണി, ലാപ്ടോപ്പ് സൂക്ഷിച്ചു വെക്ക്. ഇത് നമ്മുടേതല്ല, മറ്റൊരാളുടേതാ. എന്ത്? മറ്റൊരാളുടെ ആണെന്നോ? അതെ, ഈ ലാപ്ടോപ്പ് ഞങ്ങൾക്ക് സമയത്ത് തന്നെ ബോസിന്റെ അടുത്തേക്ക് എത്തിക്കണം. ഇതൊന്ന് ബോസോ? യവന്മാരുടെ ലാപ്ടോപ്പ് ഏതോ ഒരു ബോസിന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. കൊതുകുകൾ പോലും എന്നോട് ചോദിച്ചിട്ടേ എന്നെ കടിക്കുള്ളൂ. എന്നാൽ യവന്മാർ ഞാൻ അറിയാതെ തന്നെ ലാപ്ടോപ്പ് കൊണ്ട് പോവുകയാണ്. ഇപ്പൊ തന്നെ ലാപ്ടോപ്പ് ഞാൻ തിരിച്ചെടുക്കും. വാവ്, കൂട്ടുകാരായ സണ്ണിയെ പോലെ വേണം. നമുക്ക് പകരം ബോസിന്റെ ലാപ്ടോപ്പ് അവൻ തന്നെ കൊടുക്കാൻ പോവാണ്. എടാ കഴുതേ, അവൻ ലാപ്ടോപ്പ് അടിച്ചോണ്ട് പോവാ. ജോർദാറെ, വണ്ടി അവന്റെ പുറകെ വിട്ടോ, വേഗം. ലാപ്ടോപ്പ് മോഷ്ടിക്കുന്നത് ഒരു വൃത്തികെട്ട ഇടപാടാ. മറ്റുള്ളവരുടെ ലാപ്ടോപ്പ് മോഷ്ടിക്കുന്നത് മോശം തന്നെയാണ്. ഇവനെ എന്തായാലും ഒരു പാഠം പഠിപ്പിച്ചേ മതിയാവൂ. ഈ 4 ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ.
ലാപ്പി വേഗം വാ, നീ എന്റെ അടുത്തേക്ക് വന്നേക്ക്. ഇത് എന്തൊക്കെയാ ഈ പറയുന്നേ? അതിനർത്ഥം ലാപ്ടോപ്പ് നമുക്ക് തരുമെന്നാ. എടാ, ആവശ്യമില്ല നിങ്ങൾ 4 പേര് എന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നമെന്നോ? ഞങ്ങളെന്താ നിനക്ക് ഹൊറർ മൂവി കാണിച്ച് നിന്നെ ഒന്ന് പറഞ്ഞ് പേടിപ്പിച്ചായിരുന്നോ? നമുക്ക് കോംപ്രമൈസ് ആവാ സണ്ണി. സ്ക്രീൻ നീ എടുത്തോ, ഈ കീബോർഡ് ഞങ്ങൾ എടുത്തോളാം. ലാപ്പിക്ക് സന്തോഷം, നമുക്കും സന്തോഷം. കീബോർഡ് വെച്ച് നീ ഹാർമോണിയം വായിക്കാൻ പോണ. ബോസിന് മുഴുവൻ ലാപ്ടോപ്പും വേണം. യവന്മാരെ ഞാൻ വിടില്ല. എന്റെ ലാപ്ടോപ്പ് എനിക്ക് തന്നെ വേണം. ഞാനിത് നിങ്ങൾക്ക് തരില്ല. ലാപ്പി എന്തായാലും സുരക്ഷിതമായി തന്നെയാണ് അവിടെ ചെന്ന് എത്തിയത്. നിന്റെ വായിൽ എന്തുവാടാ? ഓലപ്പൊട്ടി ലഡുവോ? അല്ല, എന്റെ കൂട്ടുകാരൻ ലെപ്പി പോയിരിക്കുക. ആ ദേഷ്യത്തിലാണ് എന്റെ മുഖം ഇങ്ങനെ വീർത്തത്. ചേട്ടാ, ഈ അഡ്രസ് എവിടെയാണെന്ന് പറയാമോ? എടോ, എന്റെ ഒരു സമയമല്ല. ഒന്ന് പോകുന്നുണ്ടോ? എന്താടാ ഇത്? അഡ്രസ് ചോദിച്ചാൽ എങ്ങനെയാണോ പെരുമാറുന്നത്? കഥ പോകുന്നു. ലാപ്ടോപ്പ് അതിനകത്താ ഉള്ളത്. ലാപ്ടോപ്പ് എന്തിനാ പറയുന്നേ? ലാപ്പി എന്നാണ് അതിന്റെ പേര്. അതിനെ പേര് പറഞ്ഞ് വിളിക്കേ. ഓ നോ, എന്തായാലും ഞാൻ നന്നായിട്ട് കുടുങ്ങിയെന്നാ തോന്നുന്നേ. കൂട്ടുകാരെ വരൂ, നമുക്ക് പോകാം. താങ്ക് യു പറഞ്ഞുകൊണ്ടിരുന്നാലേ 3 മിനിറ്റ് വേസ്റ്റ് ആയി പോകും. 5 മണിക്ക് മുമ്പ് ഓഫീസിലേക്ക് എത്തേണ്ടതാണ്. വേഗം വാ, നമുക്ക് ഉടൻ തന്നെ എത്തി. ആ ക്യാപ്പ് എനിക്കിതാ. ഞാൻ ഇപ്പോൾ തന്നെ ലാപ്ടോപ്പ് എടുത്തേക്കാം. എന്റെ ലാപ്പി ഇരുട്ടി കിടന്ന് പേടിക്കുന്നുണ്ടാവും. അവനെ എത്രയും വേഗം പുറത്തിറക്കണം. ലാപ്പി ഓടിക്കോ, കമോൺ ഗോ. ഇവന്റെ ബോർഡിന് എന്തോ പ്രശ്നം പറ്റിയെന്നാ തോന്നുന്നത്. ഇതിന്റെ ഹാർഡ് ഡിസ്കിന്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് എനിക്ക് അറിയില്ല. ബണി, നീ സോഫയിൽ ജ്യൂസ് വീഴ്ത്തിയത് കാരണം മേഡം ആകെ ദേഷ്യത്തിലാണ്. അതെ, ജ്യൂസ് ആ കസേരയിൽ എങ്ങനെ വീഴ്ത്തിയാ മതിയായിരുന്നു. എടാ, ഞാൻ ജ്യൂസ് വീഴ്ത്തിയതല്ല, കുടിക്കുക ചെയ്തേ. താഴെ വീഴ്ത്തി കഴിഞ്ഞ ആരായാലും വഴക്ക് പറയില്ലേ? ഇത് മിസ് കാഡ്കറിന്റെ വീടാണോ? അതെ, ഇത് തന്നെയാ. മാഡത്തിനോട് ഒരു പാഴ്സൽ ഉണ്ട്. സൂട്ട് കേസോ? അല്ല, ഷോ കേസാ. നിങ്ങളെന്താ സ്യൂട്ട് കേസ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ നോക്കുന്നത്? വളരെ ഭംഗിയുള്ള സൂട്ട്കേസാണ്. ഇത് കാണുമ്പോൾ മേഡത്തിന് സന്തോഷമാവുന്നുള്ളൂ. വാ, ഞാനിത് കൊണ്ട് കൊടുത്തിട്ട് വരാം. വേണ്ട, ഇത് ഞാൻ കൊടുത്തോളാം.
ഞാൻ കൊടുത്തോളാം. വേണ്ട, ഇത് ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുത്തോളാം. വേണ്ട, ഞാൻ കൊടുക്കാം. ഇല്ല, ഞാൻ കൊടുത്തോളാം. ഇല്ല, ഞാൻ തന്നെ കൊടുക്കും. ഞാൻ കൊടുക്കും. അയ്യോ അയ്യോ ഇതുവരെന്താ ചെയ്തേ? നീ ചെയ്തതിന്റെ ബാക്കിയാ ഇവര് ചെയ്തേ. മേഡത്തെ ദേഷ്യം പിടിപ്പിക്കാനുള്ള അടുത്ത കാര്യം. സംശയമുണ്ടോ? എടാ പോപ്പട്ടെ, എനിക്കൊരു തെറ്റ് പറ്റിയതാ, മനസ്സിലായോ? അതിന് ഞങ്ങൾ ഈ സൂട്ട് കേസിന്റെ പിടി അറിഞ്ഞുകൊണ്ടല്ലോ ഓടിച്ചത്, മനസ്സിലായോ? ഒന്ന് നിർത്തണം മരമാക്രികളെ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വഴക്കുണ്ടാക്കാതെ ആദ്യം ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുന്നു ചിന്തിക്കേ. അയ്യോ ഇതെന്താ? കൊച്ചളിയ, നീയല്ലേ എന്നോട് പറഞ്ഞത് ഈ സ്യൂട്ട് കേസ് മേഡം ഒരു കാരണവശാലും കാണാൻ പാടില്ലെന്ന്? അതുകൊണ്ടാണോ എടുത്ത് കിടത്തിയിട്ടത്? എടാ മേഡത്തിന് ആ സൂട്ട് കേസ് കിട്ടിയില്ലെങ്കിൽ മേഡം അതാ കടയിലേക്ക് വിളിച്ചു ചോദിക്കില്ലേ? അതെ, പക്ഷെ അപ്പോഴേക്കും മേഡത്തിന്റെ ദേഷ്യമൊക്കെ ആറി തണക്കില്ലേ? അത് മേഡത്തിന് മനസ്സിലാവില്ലേ? അയാൾ അത് നമ്മുടെ കയ്യിൽ തന്നിട്ടാ പോയതെന്ന്. സംസാരമൊക്കെ പിന്നീട് മതി. ആദ്യം ആ സൂട്ട് കേസ് ഇങ്ങ് പുറത്തെടുക്ക്, എന്നിട്ട് വേഗം നന്നാക്കി കൊണ്ടുവരാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ബക്കറ്റ് കയറി ഇരുന്നിട്ട് താഴേക്ക് ചെല്ലാം, നിങ്ങൾ ഈ കയറി പിടിച്ചോണം. അയ്യോ മണി! അയ്യോ, ബക്കറ്റ് താഴെ പോയി. ഇനി വേറെ ബക്കറ്റ് കൊണ്ടുവരേണ്ടി വരും. ബണ്ണിയും താഴെ വീണു. ഇനി നമ്മൾ വേറെ ബണ്ണിയെയും കൊണ്ടുവരേണ്ടി വരുമല്ലോ. എടാ മര കഴുതേ, നമുക്ക് കിണറ്റി വീണ ബണ്ണിയെ മതി. എവിടെന്നെങ്കിലും പോയി ബക്കറ്റ് എടുത്തോണ്ട് പോടാ. വേഗം ആവട്ടെ. സംശയമുണ്ടോ? തവളയുടെ കിണറ്റിലേക്ക് അതിക്രമിച്ച് കയറുന്നോ നീ? എടാ വിവരദോഷി, തവളയുടെ കിണറല്ല, കിണറ്റിലെ തവള എന്നാണ് പറയാറ്. അപ്പൊ നീ വിവരം തരാൻ വന്നതാണല്ലേ? ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ, ഇരുന്നോട്ടെ. അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവര് നിന്നെ കളിയാക്കി ചിരിച്ചെന്ന് വരും കഴുതേ. ഞങ്ങളുടെ ഏരിയയിൽ വന്നിട്ട് നീ ഞങ്ങളെ തന്നെ കളിയാക്കുന്നോടാ നീ. കൂട്ടുകാരെ, ദാ ഒരു പൂച്ച വന്നിട്ടുണ്ട്. നാളെ ചിലപ്പോൾ മുഴുവൻ ടീമും വരും. നമുക്ക് ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. എന്നിട്ട് ഇവൻ പുറത്തു പോയി പറയണം, നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊക്കോ, പക്ഷേ ആ കിണറ്റിലേക്ക് മാത്രം പോകരുതെന്ന്. അയ്യോ, ഞാനിത് എങ്ങോട്ടാണ് പോകുന്നത്? ഡോക്ടർ ബാലു അതിന്റെ ഹാൻഡിൽ കാണുന്നതിന് മുമ്പ് നമുക്ക് അത് തിരിച്ചു വാങ്ങണം. വേഗം ചെല്ലാം. ആ ഇവിടെ വരൂ, ഇവിടെ വരൂ, എന്നെ വേഗം രക്ഷിക്കൂ. എന്നെ വേഗം രക്ഷിക്കൂ, എനിക്ക് തലകറങ്ങുന്നു. ഈ സൂക്കേസ് എവിടെയെങ്കിലും ചെന്നിടിക്കും. എന്റെ തലച്ചോറിലെ ഓർമ്മകളെല്ലാം പൊടി പൊടിക്കും. ആരെങ്കിലും ശ്രമിച്ചാൽ ഇത് അവിടെ എവിടെയെങ്കിലും നിൽക്കും. ഇവിടെ വരൂ. കേസിന്റെ ഹാൻഡിൽ ഒടിഞ്ഞിരിക്കുകയാണെന്ന് ഭാഗ്യത്തിന് ആ ബാലു ഡോക്ടർക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ അത് ബാലു ഡോക്ടർ മാഡത്തിനോട് തീർച്ചയായും പറയുമായിരുന്നു. നീ പറഞ്ഞത് ശരിയാ, നമ്മളിപ്പോ സേഫ് ആണ്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത് കൊണ്ടുപോയി ശരിയാക്കാം. ഒരെണ്ണത്തിന് തല ഊരി വരുമ്പോഴേക്കും അടുത്ത പണി ഓട്ടോറിക്ഷ പിടിച്ചാൽ ഇനി വന്നോളും. ഹായ് കുട്ടികളെ, എല്ലാരും ഉണ്ടല്ലോ. ഇത് അതെ കൊച്ചളിയ, ദാ ഈ സ്യൂട്ട് കേസേ. ഇതിന്റെ പുറത്ത് കയറി ഇരിയണം. വിത്തുകളെല്ലാം ഒരു വിധത്തിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ പാകും. എന്റെ സൂട്ട് കേസ് തിരിച്ചതാ, ഇല്ലെങ്കിൽ ബസ് വിട്ടു പോകും. അത് രാവിലെ ഉണരുന്ന കോഴി എന്തിനാണ് കൂവുന്നത്? ഇവന്മാർ എന്തിനാ എന്റെ സൂട്ട് കേസ് കൊണ്ട് പോകുന്നത്? ഈ കന്നാ സാർ എന്തിനാണ് നമ്മുടെ പുറകെ വരുന്നത്? അയ്യോ, അതിന്റെ കാര്യം ഞാൻ പറയാൻ വന്നത്. നമ്മൾ അദ്ദേഹത്തിന്റെ സ്യൂട്ട് കേസ് എടുത്തോണ്ട് വന്നത്. പണി നിക്ക്, നമുക്ക് നമ്മുടെ സൂട്ട് കേസ് വാങ്ങിച്ചെടുക്കണം. സംശയമുണ്ടോ? പെട്ടെന്ന് നിർത്താൻ വേണ്ടി ഇതിൽ ബ്രേക്ക് ഒന്നും ഇല്ലടേ. ഈ കയറി പിടിക്ക്, എന്നിട്ട് കാല് ബ്രേക്ക് ആക്കി മാറ്റ്.
സീരിയസ് ആയിട്ടാണ് കാണുന്നത്. എന്റെ സൂട്ട് കേസ് കൊണ്ട് നിങ്ങൾ എന്തിനാണ് ഓടിയത്? ഞങ്ങൾ വിചാരിച്ചത് അത് ഞങ്ങളുടെ സൂട്ട്കേസ് ആണെന്ന്. അതിപ്പോ നിങ്ങളുടേതായിരുന്നെങ്കിലും ഇങ്ങനെ ഓടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഏയ് അത് ലേറ്റ് ആയത് കൊണ്ടാ. ഈ സൂക്കേസ് മേഡത്തിന്റെ മമ്മിക്ക് കൊണ്ട് കൊടുക്കണമായിരുന്നു. ദേ നോക്കിയേ, മേഡത്തിന്റെ മമ്മിയുടെ വീട്. എന്റെ അച്ഛന് കഴിഞ്ഞ മാസം 60 വയസ്സായി. നിങ്ങൾ കാരണം എന്റെ ബസ് മിസ്സായി. കൊച്ചലിയ, നീ അങ്ങനെ ഒരു കള്ളം പറഞ്ഞതുകൊണ്ടാ നമ്മൾ രക്ഷപ്പെട്ടത്. മാത്രമല്ല ഇത് ഒളിപ്പിക്കാനുള്ള സ്ഥലവും കണ്ടെത്തി. സ്യൂട്ട് കേസ് ആദ്യം നമുക്ക് നന്നാക്കണം. ഇപ്പൊ ഒളിപ്പിക്കേണ്ട ആവശ്യമില്ല. സംശയമുണ്ടോ? അതെനിക്കറിയാം. പക്ഷെ ഇതുമായി കറങ്ങി നടന്ന പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് തൽക്കാലം നമുക്ക് മമ്മിയുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് നന്നാക്കാനുള്ള ആളിനെ വിളിച്ചോണ്ട് വരാം. ഗുഡ് ഐഡിയ. പിടിച്ചോ? എടാ ഈ കറ ഇപ്പോഴും പഴയതുപോലെ തന്നെ ഉണ്ട്. എന്ത് നോക്കട്ടെ? അയ്യോ എന്റെ അമ്മച്ചി, ഈ കറ ഇതിന്ന് എങ്ങനെയെങ്കിലും കളഞ്ഞേ മതിയാകൂ. അല്ലടാ, ഇതെന്താ കറയാണോ അതോ ഇതിനുള്ള ഡിസൈൻ ആണോ? 5 പ്രാവശ്യം കോട്ട് നനച്ചു, എന്നിട്ടും ഇതിനകത്തുനിന്ന് ഇത് പോന്നേയില്ല. അപ്പൊ എന്തായാലും ഇന്ന് രാത്രി നടക്കുന്ന ഫാഷൻ ഷോയില് ഞാൻ ഈ കറ പിടിച്ച കോട്ട് തന്നെ ഇട്ടുകൊണ്ട് പോവേണ്ടി വരും. എന്റെ ഡൈഹാർഡ് ഫാൻസ് എന്നെ കുറിച്ച് എന്താ ചിന്തിക്കുക? ഡൈ ഹാർഡ് ഫാനോ? ശരി, അത് വിട്ടേക്ക്. പാവപ്പെട്ട ജനങ്ങൾ എന്നെ പറ്റി എന്താ വിചാരിക്കുക? ഹണി, ഫാഷൻ ഷോയ്ക്ക് വേണ്ടി പുതിയ കോട്ട് വാങ്ങിക്ക്. വേണ്ട, അതെന്താ? ഈ കോട്ട് എനിക്ക് മേഡാണ് വാങ്ങിച്ചു തന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഫാഷൻ ഷോയിൽ ഇത് തന്നെ ഇടണമെന്ന്. അല്ലെന്നുണ്ടെങ്കിൽ റാംപാക്കിന് പോകാനായിട്ട് എന്റെ കയ്യിൽ ഒരുപാട് ഡ്രസ്സ് വേറെ ഉണ്ട്. ദാ ഈ ടവല്, പിന്നെ ദാ ഇത്, ദാ പിന്നെ ഇത്, മോജ, ചംച്ച. അയ്യോ വേണ്ട, വിട്ടേക്ക്. കറ എങ്ങനെങ്കിലും ഇളക്കാം. പക്ഷെ നിന്റെ ഇളക്കം സഹിക്കാൻ കഴിയുന്നില്ല. കാരണം നീ തോർത്തു കൊടുത്തോണ്ട് റാംപോക്കിൽ വരുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. ഈ കോട്ട് എനിക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ടതാന്ന് വെച്ചാ ഉറുമ്പുകൾക്ക് ഉപ്പ് പോലെയാണ്. എടാ ഉറുമ്പുകൾ പഞ്ചസാരയാണ് തിന്നുന്നത്. ആയിരിക്കാം, പക്ഷെ അതിന് ഐഡന്റിറ്റി കുറവുണ്ട്. അതുകൊണ്ടാണ് അത് ഉപ്പ് കഴിക്കുന്നത്. ഈ കറ എന്തായാലും ഞാൻ ഇതിന് കളഞ്ഞിരിക്കും. കുറച്ച് അധികം ഡിറ്റർജന്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ കറ എല്ലാം പോയി കിട്ടും. അധികം പൗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വെളുപ്പ്. എടാ ഹണി, നീ എന്തുമാത്രം പൗഡറാ ഇടുന്നേ? എന്തായാലും കറ തീർച്ചയായിട്ടും പോയിരിക്കും. എന്റെ അമ്മച്ചി, ഒന്ന് ലെഫ്റ്റിലേക്ക് വാ, അല്പം റൈറ്റ്, കുറച്ച് മുകളിലേക്ക് വാ. എന്റെ ചേട്ടാ, ഞാൻ കിറ്റ്കിറ്റാ, പ്രാവൊന്നുമല്ല പറക്കാനായിട്ട്. ഞാൻ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പെയിന്റിംഗ് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. എടാ, പെയിന്റിംഗിൽ ജയിക്കാനായിട്ട് ഇവിടെ ആരും തന്നെ ഇതുവരെ ജനിച്ചിട്ടില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എത്രമാത്രം നല്ലൊരു പെയിന്ററാണ്. തോത്താറാം, എന്ത് പറ്റി? ഇന്ന് പുറത്തിരുന്നാണല്ലോ പെയിന്റ് ചെയ്യുന്നത്. ജിമ്മിൽ എന്താ സ്ഥലം കിട്ടിയില്ലേ? എന്റെ അമ്മോ, ചേട്ടൻ ഇന്ന് ജിമ്മിൽ അടിപൊളി ഒരു പെയിന്റിംഗ് വരച്ചു. അതൊരു ഡമ്പലായിരുന്നു. യഥാർത്ഥ ഡമ്പൽ എന്ന് കരുതി ഞാൻ അതിനെ പൊക്കാൻ നോക്കി. താങ്ക് യു. ഇനി വായടച്ചിട്ട് കുറച്ചു നേരം മിണ്ടാതിരിക്കേ. ഓക്കെ ചേട്ടാ. ഐഡിയ. തോത്താറാം, ഞങ്ങൾക്ക് നിന്റെ സഹായം വേണം. ഹണിയുടെ വൈറ്റ് കോട്ടിലെ കറ പോകുന്നേ ഇല്ല. എന്റെ ഭായ്, തനിക്ക് എന്റെ അല്ല ഡോബിയുടെ സഹായമാ വേണ്ടത്. നിനക്ക് കാര്യം പിടികിട്ടില്ലെന്ന് തോന്നുന്നു തോത്തറ. തോത്താറാമിന് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. നമുക്കറിയാത്ത കാര്യങ്ങൾ പോലും തോത്താറാമിന് ഒരിക്കലും അറിയാതിരിക്കാൻ സാധ്യതയില്ല. പോപ്പട്ടെ. എടാ പോപ്പട്ടെ, നീ ഒരു പെയിന്ററിന്റെ ഹൃദയമാണ് തകർത്തത്. എടാ തോത്താറാമേ, പോപ്പട്ട് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാ ഈ കോട്ടിലെ കറ വെള്ളയാക്കണം. അപ്പൊ ഈ കറ കാണാതെ പോകും. അതെ, കാരണം നീ ഒരു അടിപൊളി പെയിന്റർ ആണല്ലോ. നീ വിചാരിച്ചാൽ ഈ കറ തന്നെ കാണാതെ പോകും. ഇന്നാ പിടിച്ചോ വൈറ്റ് പെയിന്റ്. ഇപ്പൊ കഴിയും നിന്റെ പ്രശ്നം. കൊള്ളാലോ. താങ്ക് യു തോത്താറാം. എന്റെ ചേട്ടാ, അവന്മാര് പോയി. നിങ്ങൾ വേഗം തന്നെ പെയിന്റ് പണി തുടങ്ങിക്കോ. ഇതെന്ത് പറ്റി? എന്നോട് പോസ് ചെയ്യാൻ പറഞ്ഞിട്ട് ചേട്ടൻ ഇവിടെ കിടന്ന് ഉറങ്ങുവാണോ? നന്നായി എന്തായാലും കോട്ട് കിട്ടിയല്ലോ. പക്ഷെ ഇനിയിപ്പോ ഈ കോട്ട് ഞാൻ എങ്ങനെ ഇടുക?
ഐഡിയ. ഇപ്പൊ നീ കണ്ട അത്ഭുതം. കോട്ട് എന്തായാലും ശരിയായി. പക്ഷെ ഇതിലെ കറ ഇതുവരെ പോയില്ലല്ലോ കൂട്ടുകാരെ. ഓ കേൾക്കൂ കേൾക്കൂ കേൾക്കൂ. രാവിലെ ഞാൻ ഉരുളക്കിഴങ്ങ വിറ്റത്, പക്ഷെ ആരും തന്നെ വാങ്ങിയില്ല. എങ്ങനെ വിൽക്കാനാ? താൻ ഇതിനകം വല്ല പച്ചക്കറിയോ പഴോ വിറ്റിരുന്നെങ്കിൽ അത് ഇപ്പൊ വിറ്റ് പോയേനെ. ഓ ഞാൻ വിൽക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഈ കെമിക്കൽ എന്റെ വീട്ടിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് ഒട്ടിപ്പിടിക്കുന്ന ഗമ്മാണ്. ഇനി ഉണ്ടാവില്ല നിങ്ങളുടെ വീട്ടിലെ ചവറെന്നും. ഈ കെമിക്കൽ നിങ്ങളുടെ തുണിയിലെ കറകളെല്ലാം ഉടൻ തന്നെ എടുത്ത് മാറ്റും. വരൂ, കർത്താ ഫാം ആൻഡ് കെമിക്കൽ. ഇവന്റെ കോട്ടിലെ കറ പോകാനായിട്ട് നിന്റെ അടുത്ത് എന്തെങ്കിലും കെമിക്കൽ ഉണ്ടെങ്കിലേ ഒന്ന് വേഗം പറയേ. കർത്താ, എല്ലാവരുടെയും സുഹൃത്താ, അങ്ങനത്തെ കെമിക്കൽ ഇല്ല. എന്നാൽ ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം. ഔ, ഓ, ആ, 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 ഓ, ആ, 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 ഓ, ആ, 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 ഓ, ഓ, ആ, നീ എന്താ ഈ കാണിച്ചു വെച്ചേ? എടാ, ഇത് പാർട്ടിയിലെ ടിഷ്യൂ പേപ്പർ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഓ. എടാ, ഈ കോട്ടേ ഹണി ഇടാനുള്ളതാ, അല്ലാതെ ഹണിയുടെ ബുദ്ധിക്കല്ല. നീ എന്തിനാടാ ഈ കോട്ട് ഇത്രയും ചെറുതാക്കി മാറ്റിയത്? സംശയമുണ്ടോ? ഓ, ഞാൻ ഇപ്പൊ തന്നെ വലുതാക്കാനുള്ള കെമിക്കൽ ഇതിലേക്ക് ഇടാം. ഓ, 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 ഓ. എന്റെ അമ്മച്ചി, നീ എന്താണ് ഈ കാണിച്ചു വെച്ചേ? എന്റെ ലക്കി കോട്ടിന് ഇവനിപ്പോ പുതപ്പാക്കി മാറ്റിയിരിക്കുകയാണ്. എടാ അളിയ, എടാ ഇത് ഞാനാണ്ടാ, ഞാനാടാ. എന്റെ അമ്മച്ചി, കൊച്ചളിയെ സോറിടാ, അറിയാതെ പറ്റിയത് ഇനിയെ തല്ലില്ല. ഓ, ഇത് ഞാനായിരുന്നു. എടാ കർത്താ, നീ മര്യാദക്ക് എന്റെ കോട്ട് ശരിയാക്കി എടുക്കുന്നോ അതോ ഇല്ലയോ? ക്ഷമിക്ക, ഞാൻ വേറെ കെമിക്കൽ ഇട്ടേക്കാം. ഓ, ഓ. കോട്ട് എന്തായാലും ശരിയായി. എന്റെ കോട്ട് ശരിയായി. എന്തേത്? എന്റെ കോട്ട് നശിച്ചോണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം എന്റെ ഫാഷൻ ഷോ തുടങ്ങാൻ പോവുകയാണ്. നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം. നീ കോട്ട് വേഗം ഊരിത്താ. പിന്നെ ആ ചോപ്പും കൂടി. കിട്ടി. നമുക്ക് ഒരുപാട് കോട്ടൊന്നും ഉണ്ടാക്കണ്ട. പോകാമോ? ആ പോവാം. ഇതാ തയ്യാറായി കഴിഞ്ഞു ഹണിയുടെ അടിപൊളി കോട്ട്. നീ എന്തായാലും കലക്കി ബണി. വേഗം വാ ഹണി, ഇനി അടിച്ചു പൊളിക്കേണ്ടത് നീയാണ്. ഫാഷൻ ഷോയില് ക്ലബിലെ ഫാഷൻ ഷോയ്ക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് ഈസ്റ്റ് ഓർ വെസ്റ്റ്, പക്ഷെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം ദി ബെസ്റ്റ്. ഇപ്പൊ പങ്കെടുക്കാൻ പോകുന്നവരെല്ലാം ഇട്ടോണ്ട് വരാൻ പോവുകയാണ് നല്ല അടിപൊളി ഡ്രസ്. അത് സ്റ്റൈലാകും ബെസ്റ്റ്. അവര് ജയിക്കും ഈ ഫാഷൻ ടെസ്റ്റ്. അടികൈ. എന്നാൽ ഇപ്പോൾ നോക്കാം നമ്മുടെ ഇന്നത്തെ ഫാഷൻ മോഡൽ. എന്ത് പറ്റി വലിയ? മേഡത്തിന്റെ ഈ കോട്ട് ഒരു വഴിയായിരിക്കാണ്. സത്യത്തിൽ എന്നെ കാണാൻ നന്നായിട്ടുണ്ടോ കൊച്ചളിയ? എടാ, നിന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. നീ നല്ല കോൺഫിഡന്റ് ആയിട്ട് സ്റ്റേജിലേക്ക് പോകാൻ നോക്ക്. ഹണി, നിങ്ങൾക്ക് സ്റ്റേജിലേക്ക് പോകേണ്ട സമയമായിരിക്കാണ്. ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. അടിപൊളി ഹണി, എന്തൊരു സ്റ്റൈലായത്. കൊള്ളാം, നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കോട്ട്. അടിപൊളി ഹണി, അടിപൊളി. നീ കലക്കി ഹണി, കലക്കി. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. സന്തോഷം കൊണ്ട് ഞാൻ ബോധം കെട്ട് വീഴാൻ പോവാ. എല്ലാരും വേഗം വാ. ചെന്നാട്ടെ. നല്ല രസമുണ്ടല്ലേ? എന്തോന്ന് രസമുണ്ടെന്ന്. നടന്ന് എന്റെ കാല് തന്നെ തേഞ്ഞു പോയി. ആരായി ഹോട്ടൽ ബുക്ക് ചെയ്തത്? എന്റെ പണിന്ന് തീരുവാന്ന് തോന്നുന്നത്. സണ്ണി, നമ്മൾ അഡ്വഞ്ചർ ട്രിപ്പിനാ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും അഡ്വഞ്ചർ ഉണ്ടാക്കേണ്ടതല്ലേ?
എന്റെ കെട്ടി അവന്മാരെ നിന്ന് നോക്കിയേ, എല്ലാരും ചെളി കുളിച്ചിരിക്കാണ്. അല്ലെങ്കിൽ അവന്മാർക്ക് അതേ പറ്റുള്ളൂ. കൊള്ളാം. അടി തെറ്റിയാൽ സണ്ണിയും വീഴും. എടാ നീ എന്താ പറഞ്ഞേ? സണ്ണി വേണ്ട. ഇപ്പൊ നോക്കിയോ ഞാൻ എത്ര മാത്രം സൂക്ഷിച്ചു പോകുന്നു. ഇതെന്താടാ ചിരിക്കുന്ന കാര്യമാണോ? എനിക്കിപ്പോ പരിക്ക് പറ്റിയേനെ. എടാ സണ്ണി, ഇതൊക്കെ പ്ലാനഡ് അല്ലേ, ട്രിപ്പ് അല്ലേ, കുറച്ച് തമാശയൊക്കെ വേണ്ടേ? എടാ മണ്ടന്മാരെ, ഞാൻ താഴെ വീഴുന്ന നിങ്ങക്ക് തമാശയായിട്ട് തോന്നുന്നല്ലേ? ഞാനാണെങ്കിൽ മഴ വരുമ്പോ എന്റെ വീടിന്റെ ബാൽക്കണിയിൽ ഇരുന്ന് സുഖമായിട്ട് സൂപ്പ് കുടിക്കും. എന്നാ നിങ്ങളാണെങ്കിലോ ചെളി വെള്ളത്തിൽ കപ്പലോടിച്ച് കളിക്കും. പിടിച്ചോ, നീ കടലാസ് തോണിലോട്ടങ്ങ് കേറി തുഴഞ്ഞ് വേഗം ഹോട്ടലിലോട്ട് വന്നാ മതി. എന്ത് പറ്റി സണ്ണി? എന്റെ മുറിയിൽ ഒരു പല്ലി. എവിടെ പല്ലി? അതവിടെ നിക്കട്ടെ. ഇത്രയും വലിയ മസിലുള്ള ബോഡിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പല്ലിനെ നിനക്ക് ഇത്ര പേടിയാണോ? എടാ പേടിയൊന്നും അല്ല, എനിക്ക് വെറുപ്പാണ്. ഇത്രയും വലിയ ഹോട്ടലിൽ ഈ വൃത്തികെട്ട പല്ലിയൊക്കെ ഉണ്ടാവൂ? വലിയൊരു പണക്കാരൻ. ഇവന്റെ റൂമിലെ പല്ലിയല്ല മുതലയാ ഉണ്ടാവേണ്ടത്. സംശയമുണ്ടോ? മുതലേ മതിയതാ, ഡ്രാഗനെ വല്ലതും വെക്കണോ? എടാ റൂമിന്റെ സൈസ് കണ്ടോ? വലുതാണല്ലോ. ആ ഇത് നിങ്ങൾക്കൊക്കെ വലുതാണ്, പക്ഷെ എന്റെ വീട്ടിലെ ബാത്റൂം ഇതിനേക്കാളും വലുതാണ്. സണ്ണി നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. എന്നാ പക്ഷേ ഇത് എടാ കണ്ടോടാ, ഈ മുറിന്നും അല്ലാത്തൊരു ദുർഗന്ധം വരുന്നുണ്ട്. ഇനി ദുർഗന്ധമൊന്നും വരില്ല. എടാ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. എന്റെ കയ്യിൽ നല്ല റൂം ഫ്രഷനർ ഉണ്ട്. ഇതിന്റെ ആവശ്യം നിങ്ങൾക്കാണുള്ളത്. കാരണം ഇതുപോലത്തെ ചുറ്റുപാടിലാണല്ലോ നിങ്ങൾ വളർന്നു വന്നത്. അതേ മുതലാളിയുടെ അത്രയും വൃത്തി ഞങ്ങൾക്കാർക്കും ഇല്ലല്ലോ. അങ്ങയുടെ അടുത്ത് നിന്നാ അവര് ബോധം കെട്ട് 4 ദിവസം കഴിഞ്ഞ് എഴുന്നേക്കും. മതി എല്ലാരും പോയി കിടന്ന് ഉറങ്ങിക്കോ, രാവിലെ ഉറക്കം എണീക്കേണ്ടതാ. സണ്ണി വേഗം വാ. സ്റ്റിയറിംഗിൽ മുഴുവൻ അഴുക്കാണ്. അത് തുടച്ചു കളഞ്ഞിട്ട് കേറി ഇരിക്കാൻ നോക്ക് സണ്ണി, അടിച്ച് പൊളിക്കാനുള്ളതാ. കുറച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകാടേ. നിങ്ങൾക്കൊന്നും പ്രശ്നമല്ലല്ലോ, പക്ഷെ ഞങ്ങൾക്കത് ഇൻഫെക്ഷൻ ആയിട്ട് മാറും. നിങ്ങൾ തന്നെ നന്നായിട്ട് അടിച്ചു പൊളിച്ചോ. ഓക്കേ. കിറ്റി ലെഫ്റ്റിൽ ഓവർടേക്ക് ചെയ്യേ. അല്ല അവരല്ലേ അടിച്ചു പൊളിക്കുന്നത്, പിന്നെ ഞാനെന്താ സന്തോഷിക്കുന്നത്? എനിക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ ത്രില്ലാവുകയാണ്. അതെ, പക്ഷെ സണ്ണി നീ വെള്ളത്തിലെ പേടിച്ചിരിക്കായിരുന്നല്ലോ, പിന്നെ ഞങ്ങളുടെ കൂടെ ആകാശത്ത് വന്നിട്ട് എന്ത് ചെയ്യാനാണ്? അതെ നീ ഇവിടെ തന്നെ ഇരിക്കേ, ഞങ്ങൾ പോയി പാരാഗ്ലൈഡിങ് ചെയ്തിട്ട് വരാം. അതെ എനിക്ക് പേടിയൊന്നുമില്ല, നിങ്ങളെ പോലെ തന്നെ എനിക്കും പാരാഗ്ലൈഡിങ് ചെയ്യാനൊക്കെ അറിയാം. അതെ വേഗം ഒന്ന് ഫിറ്റി, ഇതിന്റെ സുഖം എന്താണെന്ന് എനിക്കും ഒന്ന് അറിയണം. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ അഡ്വഞ്ചർ ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ചെയ്യുന്നതാണ്. മാത്രമല്ല ഇപ്പൊ നിങ്ങളുടെ കൂടെ പറക്കാനും ഒരു രസമുണ്ട്. സംശയമുണ്ടോ? അയ്യോ എന്നെ വേഗം താഴെ ഇറക്ക്, എനിക്കൊന്ന് കാണണ്ട. എന്നെ വേഗം താഴെ ഇറക്ക്. ട്രെയിനിൽ കയറി നീ പരിചയമുള്ളൂ. എന്നെ ഇറക്കാനാ പറഞ്ഞത്. എടോ തന്റെ പേരെന്താ? മയൂർ. മാനാണെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് താഴെ ഇറക്കണോ വേഗം. എനിക്ക് വല്ലാതെ പേടിയാവുക. തന്നോടാ ഞാൻ പറഞ്ഞത്, എന്നെ ദൈവം താഴെ ഇറക്ക്. എനിക്ക് ഇങ്ങനെ പോവാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരും. എന്നെ പെട്ടെന്ന് താഴെ ഇറക്കണോ. താഴോട്ട് പോവാനാണെങ്കിൽ കുറച്ച് സമയം എടുക്കില്ലേ, ഒന്ന് അടങ്ങി. എന്തിനാ പേടിക്കുന്നേ? താഴേക്ക് നോക്കിയേ, കാണാൻ എന്ത് ഭംഗിയാ. എനിക്കത് കാണണ്ടേ? വേണ്ട. ഓക്കെ ഓക്കെ. കാണാൻ ഭംഗിയായിട്ടൊക്കെ ഉണ്ട്. എടോ മയൂരേ, ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട്. ദിവസം വളരെ നന്നായിരുന്നു. എന്ത് സ്ഥലമാ ഇത്? ഫാനും ഇല്ല, എ സി ഇല്ല, കറണ്ടും ഇല്ല, ലൈറ്റും ഇല്ല. ലൈറ്റ് നീ നാളെ രാവിലെ വരത്തുള്ളൂ. തൽക്കാലം ഞാൻ നിങ്ങളുടെ റൂമിലൊക്കെ ക്യാൻഡിൽ സെറ്റ് ചെയ്യാം. അല്ല ഈ ക്യാൻഡിൽ ഉണ്ടെങ്ങനെ ഫാൻ കറങ്ങുന്നേ?
പുറത്താണെങ്കിൽ ചന്ദ്രന്റെ വെളിച്ചവും കാറ്റുമുണ്ട്. നമുക്ക് ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങാം. ഇവിടെ ഉറങ്ങാന്നോ? വല്ല പ്രാണികൾ നമ്മുടെ ദേഹത്ത് കയറും. അതിന് നമുക്ക് തീ കത്തിക്കാലോ. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഇതിപ്പോ ക്യാമ്പ് ഫയറിന്റെ പരിപാടി പോലെ ആയല്ലോ. എടാ സണ്ണി, നീ ഗിറ്റാർ വായിക്ക്. അതെ, ഒന്ന് വായിക്കുന്നേ പ്ലീസ്. കുലിക്കത്തക്കത്തെ ഡാൻസ് കളിക്കാന്നേ. പിന്നെ ഞാൻ ഉറങ്ങാതിരിക്കാനേ മൂങ്ങയൊന്നുമല്ല. മൂങ്ങകളാണ് മണ്ടന്മാർ രാത്രി ഉറങ്ങാതിരിക്കുന്നത്. കളിയാക്കുന്നോ? അയ്യോ, ഒരു സിംഹത്തിന്റെ ഒച്ചയല്ലതാ കേട്ടത്. അയ്യോ, അത് സിംഹത്തിന്റെ ഒച്ചയാണ്. സണ്ണി, വേഗം നീ ഗിറ്റാർ എടുത്ത് വെച്ച് വായിക്ക്. മ്യൂസിക് ഉണ്ടെങ്കിലേ വന്യമൃഗങ്ങളൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് വരില്ല. അതേ പടി നീ പറഞ്ഞതേ ശരി തന്നെയാണ്. ഒരു നല്ല പാട്ട് വായിക്ക്. സണ്ണി, നീ ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കുന്നേ. ആര്? ഞാനോ? ഓക്കേ, എന്നാ പിന്നെ ആ ഗിത്താർ ഞാൻ വായിക്കാം. കൊച്ചലിയ, സോർദാറിന്റെ സമൂസ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നേ. നാക്ക് പൊള്ളിയതാ, ഇഷ്ടപ്പെട്ടതല്ലടാ. ഇത് ഞങ്ങളുടെ ടാലന്റിന്റെ പൈസയാണ് കൂട്ടുകാരെ. ഞങ്ങൾ പിച്ചെടുക്കുകയല്ല. ഞങ്ങൾ ചെയ്യുന്നത് ആരെങ്കിലും ചെയ്തു കാണിച്ചാൽ നിങ്ങൾ ഒരു കള്ളന് കൊടുക്കുന്ന ശിക്ഷ തന്നെ ഞങ്ങൾക്കും തന്നാൽ മതി. ഞങ്ങളുടെ ജീവൻ പണയം വെച്ചാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രകടനം നടത്തുന്നത്. നിങ്ങൾ തരുന്ന പണം കൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. ജനങ്ങളെ കണ്ടാട്ടെ ഈ അത്ഭുത പ്രതിഭാസം. ഈ പ്രകടനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഓരോ ദിവസത്തിനുമുള്ള അന്നത്തിന്റെ പണമാണ്. പോപ്പട്ട് ചെയ്ത് കാണിക്കോ? എന്തോന്ന്? ഞാനോ? എങ്ങനെ? നിങ്ങളുടെ ഈ കഴിവിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളോടൊപ്പം ചേർന്ന് ജോലി ചെയ്യാം. അയ്യോ വേണ്ടേ, ഓഫറൊക്കെ പിന്നീട് മതി. ഇപ്പൊ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കെന്താ? എടാ പോപ്പട്ടെ, എന്ത് പണിയാ കാണിച്ചത്? ഇത് മൊത്തം കരിഞ്ഞു പോയല്ലോ. പറയൂ, നിങ്ങൾക്ക് എന്റെ ഓഫർ ഓക്കെയാണോ? ഓടിക്കോ, കാർണിവലിൽ കാളക്കൂട്ടം ഓടിക്കേറിയിട്ടുണ്ട്. ഓടിക്കോ. അയ്യോ അയ്യോ, കണ്ടിട്ടൊരു വണ്ടിയെ പോലെ ഉണ്ട്. കറുത്ത മുടിയാണ്, കണ്ണ് തള്ളിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. ഒരു കുട്ടിയെ കാണാതായിട്ടുണ്ട്. ചുമന്ന നിക്കറും പച്ച ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത്. കാണാൻ തത്തയെ പോലെ ഉണ്ടാകും. കണ്ടു കിട്ടുന്നവർ ഉടനെ അറിയിക്കണം. അതെ, സാറിപ്പോ പറഞ്ഞു നിർത്തിയതല്ലേ ഉള്ളൂ കൊച്ചിനെ കണ്ടു കിട്ടിയെന്ന്. അതെ, കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ വീണ്ടും ഇന്നലെ കുട്ടിയെ കാണാനല്ലോ എന്ന് പറഞ്ഞ് അനൗൺസ്മെന്റ് ചെയ്യുന്നത് ഇങ്ങനെ. ഈ കുട്ടിയെ കാണാതായിട്ടുണ്ടെങ്കിൽ കാണാതായിട്ടുണ്ടെന്നല്ലേ പറയേണ്ടത്. എന്ത് പോലീസുകാരനാ സാറ്? ഒരു കുട്ടിയെ കിട്ടിയിട്ട് അപ്പൊ തന്നെ കാണാണ്ടു ആയോ? എടാ, ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്, ഒരു കുട്ടിയെ കാണാതായിട്ടുണ്ട്. രണ്ടും രണ്ട് കാര്യമാണ്, മനസ്സിലായോ? ബണ്ണി, സോർദാർ, പിന്നെ പോപ്പട്ടിനെ കാണാണ്ടായിട്ടുണ്ട്. ഈ കാണാതായത് 3 പേരെയല്ല, കാണാതായത് നിന്നെ മാത്രമാണ്. അതിന് എന്നെ എങ്ങനെയാ കാണാണ്ടായത്? ഞാനിപ്പോ സാറിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. നീ ഇവിടെ തന്നെ നിൽക്ക്. തെറ്റിപ്പറ്റിയത് എനിക്കാണ്. ഞാനേ ഇപ്പൊ തന്നെ അവരെ ഇങ്ങോട്ട് വിളിക്കാം. ആ പാട്ടൊന്ന് നിർത്തുന്നുണ്ടോ? അതിപ്പോ ഞാൻ നിർത്തിച്ചു തരാം. കേട്ടിട്ട് അവിടുന്ന് സൗണ്ട് വരുന്നത്. ഇവിടെ മുഴുവനും തിരക്കേണ്ടി വരും. ഈ മുക്കിലും മൂലയിലും ഇനി എവിടെ പോയി തിരക്കാനാ? എന്തായാലും ജോർദാറിനെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അവൻ ഏതെങ്കിലും ആഹാരം കഴിക്കുന്ന കടയിൽ തന്നെ കാണും. അയ്യോ, ഇവിടെയും ഇല്ലല്ലോ. ഞാൻ
ഞാൻ അന്വേഷിച്ച് തളർന്നു. നീ ഇവിടെ നിൽക്കുമായിരുന്നു. ബണ്ണി നോക്ക്, എത്ര നന്നായിട്ടാണ് റൊട്ടി ഉണ്ടാക്കുന്നത്. കണ്ടു. നീ വാ, നമുക്ക് ഹണിയെയും പോപ്പണിനെ കണ്ടുപിടിക്കാം. പക്ഷെ എങ്ങനെയാണ് അന്വേഷിക്കുക? ആദ്യം നമുക്ക് സർക്കസുകാരനെ കണ്ടുപിടിക്കാം. അവൻ പോപ്പണിന്റെ പുറകെ നടക്കുക, അവനെ കൊണ്ടുപോകാൻ. ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് മുകളിലൂടെ പോയി നോക്കിയിട്ട് വരാം. ദാ ഉണ്ട്. എടോ താൻ പറയുന്നത് കേക്ക്. മുളക് കഴിച്ചത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്തത്. എനിക്ക് തന്നോടൊപ്പം ഒരിക്കലും ജോലി ചെയ്യാൻ കഴിയില്ല. സംശയമുണ്ടോ? അയ്യോ പ്ലീസ്. ആഹാ അടിപൊളി. എനിക്ക് എന്റെ കൂട്ടുകാരെ കിട്ടി. ഓ ആരെങ്കിലും ഇയാളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക. ഇയാളെന്റെ പുറകെ തന്നെ നടക്കുക. ചേട്ടാ, ചേട്ടൻ ഇവിടെ എന്തെടുക്കുക? ചേട്ടന്റെ ആൾക്കാർ അവിടെ ജനങ്ങൾ വളഞ്ഞിരിക്കുക. അഭ്യാസം കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ കാശ് തിരികെ കൊടുക്കാനാ അവര് പറയുന്നേ. അയ്യോ അങ്ങനെയോ? ഓ അയ്യോ. പോപ്പട്ടെ, നീ പറഞ്ഞത് കള്ളമാണ്. ഹണി ഇവിടെ എങ്ങും തന്നെ ഇല്ല. ഹണി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും പ്രശ്നവും ഉണ്ടാവും. കാർണിവലിൽ എവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ മ്യൂസിക് ഒന്ന് നിർത്ത്. എനിക്ക് അനൗൺസ്മെന്റ് ചെയ്യിക്കാനുള്ളതാ. വേഗം നിർത്താൻ. നല്ലൊരു ഡാൻസ് നടക്കുമ്പോൾ മ്യൂസിക് എങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത്? തന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത് ഈ മ്യൂസിക് നിർത്താൻ, അല്ലെങ്കിൽ ഞാൻ അങ്ങ് നിർത്തും. ഇതിപ്പോ എന്താ ചെയ്യാ? ഇതൊന്നും നിക്കുന്നില്ലല്ലോ. എടോ 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 താൻ എന്താണോ ഈ കാണിക്കുന്നേ? നോക്ക്, ഹണി അവിടെ തന്നെ കാണും. സംശയമുണ്ടോ? എടോ അളിയാ ഹണി, എന്നെ വിട്, എന്നെ വിടാൻ. എനിക്ക്